നാളെ അതായത് നവംബർ 1 മുതൽ ഗുരുവായൂർ അമ്പലത്തിൽ വിളക്ക് പൂജ ആരംഭിക്കുകയായി. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലുണ്ടായ പ്രത്യേക പരിപാടിയാണിത്. അപ്പോൾ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ 1 ഏകാദശിക്ക് ഒരു മാസം മുന്നേ മുതൽ ഗുരുവായൂർ അമ്പലത്തിൽ വിളക്ക് പൂജ ഉണ്ടാവും. അത് ഓരോ സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, പാരമ്പര്യ കുടുംബങ്ങൾ ഇങ്ങനെയുള്ളവരാണ് ഗുരുവായൂർ അമ്പലത്തിൽ വിളക്ക് പൂജ സമർപ്പിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് നമ്മൾ വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എന്നറിയപ്പെടുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. വർഷത്തിൽ 12 മാസം നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഒരു ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാൻ വിഷ്ണുദേവൻ നേരിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ലക്ഷ്മി ദേവിയോടൊപ്പം വരും എന്നാണ് ഐതിഹ്യം. അന്നത്തെ ദിവസം ഭഗവാൻ എല്ലാ ഭക്തജനങ്ങൾക്കും നേരിട്ട് അനുഗ്രഹം കൊടുക്കും. ത്രിമൂർത്തികളും ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് പുഷ്പവൃഷ്ടി നടത്തും എന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പോൾ ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്ന വ്രതമായിട്ടാണ് കൃഷ്ണഭക്തന്മാർ ആചരിക്കുന്നത്. വിളക്ക് പൂജ നടക്കുന്ന സമയങ്ങളിൽ രാത്രി ഗുരുവായൂർ അമ്പലത്തിൽ ചുറ്റുവിളക്ക് ഉണ്ടാവാറുണ്ട്. ഏകാദശി വിളക്കിനോടനുബന്ധിച്ച് ചെമ്പൈ സംഗീതോത്സവ ഉദ്ഘാടനം വരുന്നത് നവംബർ 16 17 രാവിലെ മുതൽ ചെമ്പൈ സംഗീതം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഗുരുവായൂർ ഏകാദശി വിളക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ ആനയോട്ടം ഉണ്ടാവാറുണ്ട്. പിന്നെ ഗുരുവായൂർ ഏകാദശി നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നത് പോലെ എടുക്കാം. എന്താ പറയുക, ഭക്ഷണം കഴിച്ചിട്ട് എടുക്കുന്നവരുണ്ട്. അതായത് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ഏകാദശി വ്രതം എടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് അവരുണ്ട്. വെള്ളം മാത്രം കുടിച്ചിട്ട് എടുക്കുന്നവരുണ്ട്. തലേ ദിവസം രാത്രി മുതൽ ഒന്നും കഴിക്കാതെ ഭഗവാനെ മാത്രം ഓർത്ത് വ്രതം എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം എല്ലാറ്റിലും ഉപരി നമ്മളെ മനസ്സാണ് ഭഗവാനിൽ എത്തേണ്ടതല്ലേ. വ്രതം എടുക്കുന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സ് ശുദ്ധിയില്ലെങ്കിൽ പിന്നെ അതിൽ ഒരു കാര്യമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ നന്നായി സ്മരിക്കുക. ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടൂല എന്നുള്ള വിശ്വാസത്തിൽ ഭഗവാനോട് ചേർന്ന് നിന്ന് നമ്മളെല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ അത് അനുഷ്ഠിക്കുക. ഗുരുവായൂർ അമ്പലത്തിൽ വരാൻ പറ്റുന്നവർ ഗുരുവായൂർ അമ്പലത്തിൽ വരിക. അപ്പം എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ എല്ലാവർക്കും തരട്ടെ. ഭഗവാന്റെ കാര്യങ്ങളിങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിന് ഉണ്ടാകുന്ന സമാധാനം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അല്ലേ. എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുത്തുകൊണ്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ എല്ലാ നല്ലവരായ ആൾക്കാരും എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ ഏകാദശി വിളക്കിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും വേണ്ടിയിട്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭരാത്രി.